നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അതായത് നമ്മൾ പരിചയം കണ്ടുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന പുതിയൊരു സൈറ്റ്. അപ്പോൾ അധികം ക്യാഷ് ഒന്നും മുടക്കാതെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, നേരെ ഇൻട്രോയിലേക്ക്. അപ്പോൾ ഈ സൈറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, സൈറ്റിൽ നമ്മൾ ഇത് വേൾഡ് വൈഡായിട്ട് നമുക്ക് എവിടെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സൈറ്റ് തന്നെയാണ്. ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡാഷ്ബോർഡിൽ ഇപ്പോൾ എനിക്ക് നിലവിൽ 82 കോയിൻ ബാലൻസ് എടുക്കുന്നുണ്ട്. ഇത് 82 കോയിൻ. അപ്പോൾ ഇത് വിഡ്രോവൽ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം വിഡ്രോവൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വിഡ്രോവലിലേക്ക് പോയി കഴിഞ്ഞാൽ വിഡ്രോവലിൻ്റെ റേഞ്ചുകൾ ഇവിടെ നമുക്ക് റുപ്പിയിൽ നമുക്ക് ഇന്ത്യൻ രൂപയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ഫാക്സ് പേ ഉണ്ട്, വാലറ്റുകളുണ്ട്, പെയർ ഉണ്ട്, ഇന്ത്യൻ റുപ്പി ഉണ്ട്, ബിനാൻസ് ഉണ്ട്. അങ്ങനെ ഡയറക്റ്റായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്ത്യൻ രൂപ ആണെങ്കിൽ നമ്മൾ ഇന്ത്യൻ രൂപ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇന്ത്യൻ റുപ്പിയുടെ വോളിയം ഏതാണോ വാലറ്റ് കൊടുക്കുക. ഒന്നെങ്കിൽ UPI ആയിട്ട് നമുക്ക് ഡയറക്റ്റ്ലി റിസീവ് ചെയ്യാം, അല്ലെങ്കിൽ Paytm വാലറ്റ് വഴി റിസീവ് ചെയ്യാം. ബെറ്റർ UPI ആണ്. UPI മറ്റു കാര്യങ്ങളും കൊടുത്താൽ മതി. വാലറ്റിൻ്റെ ID കൊടുക്കുക, എത്രയാണ് എമൗണ്ട് റിസീവ് ചെയ്യാനുള്ളത് ഇത് കൊടുത്തേക്കുക. ഇപ്പോൾ എൻ്റെ 82 ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി 82 അവിടെ വന്നിട്ടുണ്ട്. പിന്നെ കോഡ് മറ്റു കാര്യങ്ങൾ കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ലീസ്റ്റായിട്ട് റിപ്പീറ്റ് ചെയ്തതാണ്, ഏറ്റവും കുറഞ്ഞ റിപ്പീറ്റ് ചെയ്ത് ക്യാപ്ച ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ വിഡ്രോവൽ കൺഫേം ആവും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ പരസ്യം കണ്ടുകൊണ്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ നേരെ ഇവിടെ PTC എന്നുള്ളതിലേക്ക് വരിക. PTCയിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ 55 ആഡ് അവൈലബിൾ ആണ്. 55 പരസ്യങ്ങൾ എനിക്ക് കാണാനുണ്ട്. അതായത് റിവാർഡ് കോയിൻ 730 കോയിൻ എനിക്ക് ലോയൽറ്റി റിവാർഡ് വരാനുണ്ട്. ഓക്കെ, ഞാൻ നേരെ ആഡിലേക്ക് പോവാണ്. ആഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓരോ ആഡിനും എത്ര രൂപ വെച്ച് ഇടുന്ന് കൃത്യമായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റാർട്ടിങ് ബോണസായിട്ട് 50 പോയിൻറ്റുകൾ കിട്ടുന്നു. 30 സെക്കൻഡ് കണ്ടാൽ 50 പോയിൻറ്റ്, 55 സെക്കൻഡ് കണ്ടാൽ 44 പോയിൻറ്റ്, 7 സെക്കൻഡിന് 20 പോയിൻറ്റ്, 16 പോയിൻറ്റ്, 7 സെക്കൻഡിന് 5 സെക്കൻഡിന് 12. ഇങ്ങനെ ഒരു ലോഡ് പരസ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് കാണാം. അപ്പോൾ തൽക്കാലം ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ എത്രയുള്ളൂ, 5 സെക്കൻഡിൻ്റെ ഒരു പരസ്യമാണ് ഞാൻ നോക്കുന്നത്. നേരെ പരസ്യം കിട്ടിയപ്പോൾ നേരെ സൈറ്റിലേക്ക് പോയി. സൈറ്റ് ലോഡാകുമ്പോഴത്തന്നെ 5 സെക്കൻഡ് തീർന്നു. 5 സെക്കൻഡ് സൈറ്റ് ലോഡായിട്ടില്ല, അതിന് മുമ്പ് തീർന്നു. അപ്പോൾ ഇവിടെ ക്യാപ്ച ടൈപ്പ് ചെയ്യണം, ലീസ്റ്റായിട്ട് റിപ്പീറ്റ് ചെയ്ത് ക്യാപ്ച ചെയ്താന്നുള്ളത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇതങ്ങ് കൊടുക്കുക വെരിഫൈ ചെയ്യാനായിട്ട്. നമ്മൾ ഏതാണോ ഏറ്റവും കുറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഗുഡ് ജോബ്. എനിക്ക് 12 പോയിൻറ്റ് അവിടെ ആഡ് ചെയ്തു. അപ്പോൾ എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഇനി 53 എനിക്ക് കാണാനുണ്ട്. ഇപ്പോൾ ഇവിടെ ഇനി അടുത്തൊരു 5 സെക്കൻഡിന് നമുക്ക് നോക്കാം. അഗെയിൻ 5 സെക്കൻഡിൻ്റെ നമുക്ക് കാണാം. അത് കണ്ടൻറ്റ് റിഫ്യൂസ് ചെയ്തു. ഓക്കെ, ഇനി എന്തായാലും സൈറ്റ് ലോഡാകുന്നതിന് മുമ്പ് റിപ്പീറ്റഡ് ആയിരുന്നു. ലീസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടിരിക്കുന്നത് ഓക്കെ ഇതാണ്. അപ്പോൾ ഇത് ഞാൻ വെരിഫൈ ചെയ്യാൻ കൊടുത്തു. എന്തായാലും സൈറ്റിൽ ലോഡായില്ല, അതിന് മുമ്പ് തന്നെ എനിക്ക് വെരിഫിക്കേഷൻ വന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി നോക്കാം. ഒരു 5 സെക്കൻഡിന് എടുത്താൽ മതിയല്ലോ, 12 പോയിൻറ്റ് കിട്ടിയാൽ പോരെ. അപ്പോൾ സൈറ്റിൽ ലോഡാകുന്നതിന് മുമ്പ് ടിക്ക് 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 4 സെക്കൻഡ് കഴിഞ്ഞു, 5 സെക്കൻഡ് കഴിഞ്ഞ് ബൂം കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ലീസ്റ്റ് റിപ്പീറ്റ് ആയത് ഇതാണ്, അതുകൊണ്ട് തന്നെ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ അത് വെരിഫൈ ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. ഒരു 5 സെക്കൻഡ് സമയം ചിലപ്പോൾ വെരിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ 2 സെക്കൻഡ്. 12 കോയിൻ എനിക്ക് ആഡായി. സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ നമുക്കിനി വേണമെങ്കിൽ ഒന്നുകൂടെ കണ്ടു നോക്കാം. ഏറ്റവും കുറഞ്ഞ സമയമുള്ളതാ ഇവിടെയൊക്കെ. ഓക്കെ, ഇത് നോക്കാം. വെറുതെ 4 3 2 1 സൈറ്റ് ലോഡായില്ല, അതിന് മുമ്പേ എനിക്ക് വെരിഫിക്കേഷൻ വന്നു. അപ്പോൾ ലീസ്റ്റ് റിപ്പീറ്റഡ് ഇതാണ്. ഓക്കെ, ഞാൻ അപ്രൂവലിന് കൊടുത്തു. നിങ്ങളുടെ മൊബൈലിൽ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് മൊബൈൽ സ്ക്രീനിൽ ഇത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ 2 ആഡ് കണ്ടു, 51 ആഡ് എനിക്ക് അവൈലബിൾ ആണ്. ഇത് ഓട്ടോമാറ്റിക്കലി ടൈം പീരീഡ് കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, അത് റീലോഗിൻ ചെയ്തോളും. ഇതാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് ടു ഡാഷ്ബോർഡ്. ഇപ്പോൾ എനിക്ക് 130 കോയിനായി. ആകെ 10 സെക്കൻഡ് കണ്ടുള്ളൂ. നിങ്ങൾ കണ്ടാണ് തൊട്ട് മുമ്പ് തുടങ്ങിയപ്പോൾ നമുക്ക് 82 ആയിരുന്നു, ഇപ്പോൾ അത് 130 കോയിനായി. എനിക്കിനി ഇത് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്ന സൈറ്റിൽ പറയുന്നത്. പിന്നെ ഓഫർ വാളുകളുണ്ട്. ഓഫർ വാളിൽ നമുക്ക് കുറേ ഓഫേഴ്സ് ഉണ്ട്. ഇത് കുറേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കലാവരുടെയൊക്കെ തന്നെയാണ്, അതിൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ കാരണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ഡേറ്റ കൊടുത്ത് കലാവരുടെയൊക്കെ ചെയ്യുമ്പോൾ വലിയ പാടാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ റഫർ ചെയ്യാം, അല്ലെങ്കിൽ VIP എടുക്കുക. VIP മീൻസ് നമ്മൾ പേയ്മെൻറ്റൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന പരിപാടിയാണ്.
ഇപ്പോൾ ചിലതിന് പേയ്മെൻറ്റ് അവർ ചോദിക്കുന്നില്ല. VIP ബോണസ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോസസ്സ് ടൈമൊക്കെ വളരെ കുറഞ്ഞ് കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്ക് പ്രയോറിറ്റി കിട്ടും, പിന്നെ 15% നമുക്ക് എക്സ്ട്രാ ബോണസ് കിട്ടും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ തൽക്കാലം VIP പോകണ്ട. ആദ്യം ഇതൊക്കെ പരീക്ഷിച്ച് നമുക്ക് കിട്ടി ഉറപ്പായതിനു ശേഷം മാത്രം നമ്മൾ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. ഈ ആപ്ലിക്കേഷൻ്റെ സൈറ്റിൻ്റെ ഡീറ്റെയിൽ എല്ലാം തന്നെ നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യുക, ഉപയോഗിക്കുക, വിഡ്രോ ചെയ്യുക, ക്യാഷ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളും പുതിയ സൈറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.